ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ജോൺ ബോസ്കോ അദ്ദേഹത്തെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം ധ്യാനിക്കുകയും മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്നേ ചെറുപ്പത്തിലെ പിതാവ് മരിച്ച ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. നമുക്കറിയാം, അപ്പൻ മരിച്ചു കഴിയുമ്പോൾ, അപ്പനില്ലാതായി കഴിയുമ്പോൾ അമ്മ തന്നെ വളർത്തിയ ഒരു മകൻ വഴിതെറ്റിപ്പോൻ ഏറെ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അമ്മ വളരെ ശ്രദ്ധാപൂർവം വിശ്വാസത്തിൽ, ഭക്തിയിൽ ഈ മകനെ വളർത്തി. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. ഈ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നു. എന്നിട്ട് ഞങ്ങളെ നേർവഴി പഠിപ്പിക്കണമെന്ന് യാചിച്ചുകൊണ്ട് ഒരു മിടുമിടുക്കിയായ, കാണാൻ സുന്ദരിയായ ഒരു സ്ത്രീയും അടുത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീടാണ് അദ്ദേഹത്തിന് പരിശുദ്ധ കന്യകാമറിയമായിരുന്നു അവിടെ നിന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഡോൺ ബോസ്കോ. യുവജനങ്ങൾക്ക്, കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഏത് തുറയിൽപ്പെട്ടവർക്കും ദൈവത്തെ അറിയാനും ദൈവത്തെ അനുഭവിക്കാനും ദൈവത്തെ അനുഗമിക്കാനും വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഈ വിശുദ്ധൻ എന്ന് നമുക്കറിയാം. ഇന്ന് ലോകമാസകലം പടർന്നു വന്നിരിച്ചു കിടക്കുന്ന ഒരു സഭയാണ് ഡോൺ ബോസ്കോയുടെ സഭ. ഒത്തിരിയേറെ ആളുകൾ ആ സഭയുടെ അംഗങ്ങളായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും വേണമെങ്കിൽ വിശുദ്ധരായി ജീവിക്കാൻ പറ്റും. നമുക്കും വേണമെങ്കിൽ ദൈവസ്നേഹാജ്ഞയാൽ ജ്വലിച്ച് ജീവിക്കാൻ പറ്റും. നമുക്കും ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടേതായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ദൈവത്തിന്റെ സ്നേഹം അഗ്നിയായി നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇന്നത്തെ ആദ്യവായനയുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി പേര് ചോദിക്കുന്ന, പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്തിനു കുമ്പസാരിക്കണം? ഞാൻ വ്യഭിചാരം, കൊലപാതകം ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. എനിക്ക് പ്രായമൊക്കെ ആയി. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കാര്യത്തിനും പോകുന്നില്ല, പിന്നെന്തിനാ ഈ കുമ്പസാരം? ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ കണ്ടു, ദാവീദിന് ഒരു വലിയ ശിക്ഷ ഇത് ലഭിക്കുന്നത്. ദാവീദിനും അവൻ്റെ ദേശത്തിനും 3 വർഷത്തെ കാര്യം, 3 മാസത്തെ കാര്യം, 3 ദിവസത്തെ കാര്യം. ഓപ്ഷൻ A, B, C ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്തോണം. ഇനി ദാവീദ് ചെയ്ത പാപം സാധാരണക്കാര് ബൈബിള് വായിച്ചാൽ അവർക്ക് മനസ്സിലാവണമെന്ന് പോലുമില്ല. ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷിക്കുത്തുണ്ടായി. ജനസംഖ്യ എടുക്കുന്നതിൽ എന്താ തെറ്റ്? ജനസംഖ്യ എടുക്കാൻ കർത്താവ് തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുകയാണ്, ജനസംഖ്യ എടുക്കാൻ യോവാബിനെ ദാവീദ് നിയോഗിച്ചു. അവൻ പറഞ്ഞു, ഇസ്രായേലിൽ നമുക്ക് 8 ലക്ഷം പേരുണ്ട്, യൂദായിൽ നമുക്ക് 5 ലക്ഷം, 8 5 13 ലക്ഷം പേര് യോദ്ധാക്കൾ നമ്മുടെ കൂടെയുണ്ട്. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദിന് പറ്റിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ദൈവാശ്രയം വിട്ടിട്ട് മനുഷ്യശക്തിയിൽ ആശ്രയിച്ചു. ഇത്രയും പേരുണ്ട്, നമുക്ക് ധൈര്യമായിട്ട് യുദ്ധത്തിന് പോയാലും വിജയിക്കും. നമ്മൾ കാണുന്നുണ്ട് 1 സാമുവേൽ 18-14 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവൻ്റെ കൂടെ പോയി. അതുകൊണ്ട് അവൻ്റെ എല്ലാ സംരംഭങ്ങളെയും കർത്താവ് വിജയിപ്പിച്ചു. ഇതെല്ലാം മറന്നിട്ടാണ് ഇങ്ങനെ അത്ഭുതകരമായ വിജയങ്ങൾ നേടിയ ഒരു വ്യക്തിയാണ് ദാവീദ്. അത് 13 ലക്ഷം പോയിട്ട് 13 കോടി ആൾക്കാരുണ്ടെങ്കിലും ദൈവം ചെയ്തത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ കാര്യം വിസ്മരിച്ച് മനുഷ്യരിൽ ആശ്രയിക്കുന്ന, മാനുഷിക ശക്തിയിൽ ആശ്രയിക്കുന്ന ദാവീദിനെ കാണാൻ പറ്റും. അതായിരുന്നു അവൻ്റെ പാപം. പെട്ടെന്ന് അവന് തിരിച്ചറിവുണ്ടായി. അവൻ പറഞ്ഞു, ഞാൻ മാരകമായ പാപം ചെയ്തു. ഇന്ന് ദൈവാശ്രയത്വത്തെക്കാൾ മനുഷ്യശക്തിയില്, സ്വന്തം കഴിവില്, സമ്പത്തില് ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവര്, അങ്ങനെയാണെങ്കിൽ അവർ പറയും, ഞാനെന്തു കുമ്പസാരം നടത്താനാണ്? ഞാൻ കൊലപാതകവും വ്യഭിചാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ കാണുന്നുണ്ട്, ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 5-7 വചനങ്ങൾ വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. 5-ാമത്തെ വചനം പറയുന്നത്, മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്. അവര് മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, എപ്പം വേണേലും അത് ഉണങ്ങിപ്പോകാം. എന്ന് പറഞ്ഞാൽ മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ലോകത്തിൻ്റെതായിട്ടുള്ള
നേട്ടങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ. എനിക്ക് ആവശ്യത്തിലേറെ സമ്പത്തുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തിനു പേടിക്കണം, അങ്ങനെ ചിന്തിക്കുന്നവര് മാനുഷിക ശക്തിയിൽ ആശ്രയിക്കുന്നവരാണ്. പ്രാർത്ഥനയില്ലാതെ, വിശ്വാസമില്ലാതെ, കൂദാശകളില്ലാതെ ജീവിക്കുന്നവര് മാനുഷിക ശക്തിയിൽ ആശ്രയിക്കുന്നവരാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരല്ല. ദൈവാശ്രയത്വമുള്ളവര് ദിവസവും അവര് കുറച്ച് സമയമെങ്കിലും കണ്ടെത്തും പ്രാർത്ഥിക്കാനും ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെന്നും തെളിയിക്കാൻ. അങ്ങനെ ദൈവത്തിന്റെ കൃപ, ആ കൃപയിൽ ആശ്രയിച്ച് വേണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം മുമ്പോട്ട് പോകാൻ എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയായി, അത് എപ്പം വേണേലും ഉണങ്ങിപ്പോകാം. 7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ജെറമിയ 17:7 നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ. ഇക്കാര്യമാണ് ദാവീദ് മറന്നുപോയത്. കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ. അവരാറ്റ് തീരത്ത് നട്ട വൃക്ഷം പോലെ. നമുക്കറിയാലോ, ഒരുപാട് വെള്ളം വേണ്ട മരങ്ങളൊക്കെ ആ വെള്ളം കിട്ടാനായിട്ട് സാധ്യതയുള്ളിടത്താണ് നമ്മൾ കൊണ്ട് കുഴിച്ചു വെക്കുന്നത്. കാരണം അതിന് ആവശ്യത്തിലേറെ വെള്ളം വേണം. അതുകൊണ്ട് തന്നെ ആ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പച്ചപ്പ് മാറുന്നില്ല. ആറ്റുതീരത്ത് നട്ട വൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ അവസ്ഥയെന്ന് ദൈവവചനം തന്നെ നമ്മെ പഠിപ്പിക്കുക. കർത്താവിൽ ആശ്രയിക്കുന്നവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അതിൻ്റെ ഇലകൾ വാടില്ല, കാരണം അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. ശരിക്കും പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നാലും മുഖം വാടില്ല, കടബാധ്യത വന്നാലും മുഖം വാടില്ല. കാരണം അവരുടെ വേര് ദൈവത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. അവർക്ക് പ്രാർത്ഥനയും വിശ്വാസവും ദൈവാശ്രയത്വം ഉണ്ട്. ദൈവം അറിയാതൊന്നും വരുന്നില്ല. ദൈവം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ള ആ ഒരു ബോധ്യം അത് അവരെ പ്രത്യാശയിലേക്ക് നയിക്കും. പ്രത്യാശ ഉള്ളവര് നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, യേശു സിനഗോഗിൽ പഠിപ്പിക്കുന്ന ഒരു രംഗം. അവൻ പഠിപ്പിച്ചത് വലിയ കാര്യങ്ങളാണ്. ആളുകള് അവനെ കണ്ടത് വെറും നിസ്സാരനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു മരപ്പണിക്കാരൻ. അവര് കണ്ടു അവന്റെ സഹോദരങ്ങള്, അതുപോലെ തന്നെ അവന്റെ അമ്മ, വളർത്തു പിതാവ്, ഇവരെയൊക്കെ കണ്ടു. ഈ വളർത്തു പിതാവിനോടൊപ്പം നിന്ന് മരപ്പണി ചെയ്യുന്ന കാർപ്പൻ്റർ ആയിരുന്ന ഒരു യേശുവിനെ അവർ കണ്ടിരുന്നു. പറയുകൊണ്ട് അവര് വലിയ വിലയൊന്നും കൽപ്പിച്ചില്ല. ഇനി നമ്മൾ കാണുകയാണ്, ഇവൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ചിന്ത മാറി. ഇവൻ ആര്? ഇവൻ ഇതെല്ലാം എവിടുന്ന് കിട്ടി? ഇവനെ നമുക്കറിയാലോ, ഇവന്റെ അമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെയെല്ലാം പറഞ്ഞ് അവനിൽ ഇടറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ കാര്യം, ഒന്നാമത്തെ കാര്യം, തൊഴിലിന്റെ മാഹാത്മ്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുക. തൊഴിലിന്റെ മാഹാത്മ്യം. മർക്കോസ് 6:3 വചനത്തില് യേശുവിന് കിട്ടിയ ചെല്ലപ്പേരാണ് മരപ്പണിക്കാരൻ. അത് അങ്ങനെ ഒരു പേര് കിട്ടാനുള്ള കാരണം മരപ്പണി ചെയ്തുകൊണ്ടാണ്. ഒരു കാർപ്പൻ്ററായിട്ട് അവന് അധ്വാനിച്ചത് കൊണ്ടാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച ഫീൽഡില് ഒരു ജോലി കിട്ടാത്തത് കൊണ്ട്, വൈറ്റ് കോളർ ജോബ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കും. അതല്ല, ഇവിടെ നമ്മൾ കാണുകയാണ്, ഏത് ജോലിയും ചെയ്യാനായിട്ട് സന്നദ്ധനായിട്ട് മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയായിട്ട് ഏത് തൊഴിലിനും അതിൻ്റെതായ മാഹാത്മ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. 2 തീമോത്തി 2-ാം അധ്യായം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന്റെ അവകാശം. ആദ്യഫലത്തിന്റെ അവകാശമുള്ളത് അധ്വാനിക്കുന്ന കർഷകനാണ്. പ്രഭാഷകന്റെ പുസ്തകം 24-22 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തോട് ചേർന്ന് അധ്വാനിക്കുന്ന ജ്ഞാനി പാപത്തിൽ വീഴുക. പറയുണ്ട്, പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ നമ്മൾ അധ്വാനശീലരാകണം. ഈ അലസരായിട്ടുള്ളവരെ പാപം പിടികൂടും, അവനിൽ തിന്മ വളർന്നു വരും എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും പ്രഭാഷകൻ 31:22 എടുത്താൽ അവിടെ പറയുന്നുണ്ട്, ഏത് ജോലിയും ഉത്സാഹത്തോടെ ചെയ്യുക, എങ്കിൽ രോഗം നിന്നെ പിടികൂടില്ല. ചെയ്യാവുന്ന ജോലി ചെയ്യാതെ അലസരായിട്ട് നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൂടെ പോകുന്ന രോഗം കൂടെ നമ്മളെ പിടികൂടും. അത് വരാതിരിക്കാൻ ഏത് ജോലിയും ഉത്സാഹത്തോടെ ചെയ്യുക. ഏത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് നോക്കണ്ട, ഏത് ജോലിയും, ഏത് മീനിയൽ വർക്കാണേലും അത് നമുക്ക് ഉത്സാഹത്തോടെ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഒരുപാട് ദൈവിക സംരക്ഷണം ഉണ്ടാകും. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപ
കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.